സിനിമാ വിവാദത്തിൽ മുൻ പ്രസിഡന്റ് ജി സുരേഷ് കുമാറിന് പിന്തുണയുമായി ഫിലിം ചേംബർ. ജി സുരേഷ് കുമാർ പറഞ്ഞത് സംഘടനയുടെ നിലപാടെന്ന് ഭാരവാഹികൾ. ആന്റണി പെരുമ്പാവൂരിന് നോട്ടീസ് അയക്കും. ആന്റണി പെരുമ്പാവൂരിന്റെ പ്രസ്താവന ശരിയായില്ലെന്ന് വിമർശനം. പോസ്റ്റ് ഉടൻ പിൻവലിക്കണമെന്ന് നിർദ്ദേശം. ആന്റണിക്കെതിരെ നടപടി വേണമെന്നും ഫിലിം ചേംബേഴ്സ് യോഗത്തിൽ ആവശ്യം. കഴിഞ്ഞ ചേംബർ മീറ്റിംഗിൽ അങ്ങനെ ഒരു തീരുമാനം വേണമെന്ന അടിസ്ഥാനത്തിലാണ് ഇവിടെ നിന്ന് നമ്മുടെ ഒരു തീരുമാനം എടുക്കണമെന്നും അതിന് എല്ലാ സംഘടനകളെയും കൂട്ടിയിണക്കിക്കൊണ്ട് ഒരു മീറ്റിംഗ് നടത്തണമെന്നൊക്കെ തീരുമാനിച്ചു. അതിന് മുന്നോടിയായിട്ട് നടന്ന എല്ലാവരുടെ സമ്മതപ്രകാരം നടന്നൊരു മീറ്റിംഗ് ആയിരുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മീറ്റിംഗിൽ 6-ാം തീയതി നടന്നത്. ആ മീറ്റിംഗിൽ അപ്പെക്സ് ബോഡിയുടെ എല്ലാ അഫിലിയേറ്റ്സും പങ്കെടുത്ത മീറ്റിംഗ് ആയിരുന്നു. ആ മീറ്റിംഗ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ പ്രതിനിധീകരിച്ചിട്ടുണ്ടായിരുന്നു, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ, എക്സിബിറ്റേഴ്സ് അസോസിയേഷൻ എല്ലാവരും കൂടി പങ്കെടുത്ത ഒരു മീറ്റിംഗ് ആയിരുന്നു. ആ മീറ്റിംഗിൽ എല്ലാവരും കൂടി എടുത്ത ഒരു തീരുമാനമാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റായിരുന്ന ജി സുരേഷ് കുമാർ അന്ന് അവിടെ അനൗൺസ് ചെയ്തത്. അതായത് സിനിമാ വ്യവസായം മുന്നോട്ട് പോകണമെങ്കിൽ ഒരു പ്രക്ഷോഭം നടത്തിക്കൊണ്ട് സർക്കാരിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ നേടിക്കൊണ്ട് എല്ലാവരും വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നും അതേമാതിരി തന്നെ ആർട്ടിസ്റ്റുകൾക്ക് അവരുടെ പ്രതിഫലം വളരെയധികം കൂട്ടിക്കൊണ്ടാണ് ഇപ്പോൾ പോകുന്നതെന്നും വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യമാണെന്നും അത് വിലയിരുത്തിക്കൊണ്ടാണ് ചർച്ച നടന്നതും അതിനൊരു സിനിമ സമരത്തിൽ കൂടെയെങ്കിലും അത് നേടിയെടുക്കണം എന്നുള്ള ഒരു തീരുമാനം അവിടെ എല്ലാവരും കൂടി ഒരുമിച്ചെടുത്തൊരു തീരുമാനം. ആ തീരുമാനത്തിന് മുന്നോടിയായിട്ട് എൻ്റെ ചേംബറിലും അവരുടെ കത്ത് തരികയും ആ ചേംബറിന്റെ സപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തതാണ്. ആ ആവശ്യപ്പെട്ട പ്രകാരമാണ് ഇന്ന് ഇവിടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഞങ്ങൾ തീരുമാനങ്ങളും എല്ലാ അഫിലിയേറ്റ്സും ഇരിക്കുന്ന എല്ലാ അഫിലിയേറ്റ്സിനും പ്രതികരിച്ച എല്ലാവരും പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ഇരിക്കുന്നത്. സിനിമാ വ്യവസായത്തിൻ്റെ അപ്പെക്സ് ബോഡിയിലെ എല്ലാ അഫിലിയേറ്റ്സും ഇരിക്കുന്നത്. അവർ കൂടിയുള്ള ഇന്നത്തെ തീരുമാനത്തിൽ ഞങ്ങളെ സംബന്ധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുൻ പ്രസിഡന്റും ചേംബറിന്റെ മുൻ പ്രസിഡന്റായിരുന്നു ജി സുരേഷ് കുമാർ. അദ്ദേഹം ഒരു സംഘടനയ്ക്ക് വേണ്ടി എല്ലാം അവിടെ സംസാരിച്ചത്, വ്യവസായത്തിന് വേണ്ടിയാണ് അവിടെ സംസാരിച്ചത്. ആ സംസാരിച്ച് ഞങ്ങളെപ്പോലെയുള്ള, ഞാനൊരു ചേംബറിന്റെ പ്രസിഡന്റ് ആണെങ്കിലും ഞാൻ പ്രതിനിധീകരിക്കുന്നത് എക്സിബിറ്റർ അസോസിയേഷനിൽ നിന്ന് വന്നിട്ടാണ് ഞാൻ ഈ ചേംബർ പ്രസിഡന്റായിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചും ഈ തിയേറ്റർ വ്യവസായം കൊണ്ടു നടക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് സിംഗിൾ സ്ക്രീൻ, അതായത് 1-2 സ്ക്രീനുള്ള തിയേറ്ററുകൾ, ആ തിയേറ്ററുകൾക്ക് ഓണേഴ്സിന് തിയേറ്ററുകൾ കൊണ്ടു നടക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. മൾട്ടിപ്ലെക്സ് വലിയ ഗ്രൂപ്പുകൾ മാത്രം മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്ഥിതി എന്ന് പറഞ്ഞ കാര്യം തന്നെയാണ് പ്രൊഡക്ഷൻ വിങ്ങിലും. വലിയ പ്രൊഡ്യൂസേഴ്സിന് മാത്രം നിലനിൽക്കാൻ പറ്റുകയും സാധാരണ ചെറുകിട പ്രൊഡ്യൂസേഴ്സ് നിലനിൽക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയും ആ സിറ്റുവേഷനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് 90% വരുന്ന പ്രൊഡ്യൂസേഴ്സിന് അവരുടെ നന്മയ്ക്ക് വേണ്ടി ചോദ്യം ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ മുൻ പ്രസിഡന്റായ ജി സുരേഷ് കുമാർ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റിന്റെ അഭാവത്തിൽ എല്ലാ അഫിലിയേറ്റ്സുകളുടെയും സമ്മതത്തോടുകൂടിയ ആ സമരത്തിന് മുന്നോട്ട് പോകണം എന്നുള്ള തീരുമാനമെടുത്തു. അപ്പൊ ആ തീരുമാനത്തിന് ഞങ്ങളുടെ ചേംബറിന്റെ അഫിലിയേറ്റ് മെമ്പറായ ചേംബറിന്റെ മെമ്പറായ ശ്രീ ആന്റണി പെരുമ്പാവൂർ അതിന് വളരെ മോശമായ രീതിയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ഇന്ന് ഇവിടെ ചർച്ച വന്ന് വളരെയധികം എല്ലാ മെമ്പർമാരും അതിന് ശക്തമായിട്ട് നടപടിയെടുക്കണമെന്ന് തന്നെയാണ് ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. ആ തീരുമാനപ്രകാരം ഞങ്ങൾ ചേംബറിന്റെ മെമ്പറായ അദ്ദേഹത്തിന് നമ്മൾ കൊടുത്തൊരു കത്തായിരിക്കും 7 ദിവസത്തിനുള്ളിൽ ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചുകൊണ്ട് നമുക്ക് 7 ദിവസത്തിനുള്ളിൽ ഇത് പിൻവലിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ ഉറപ്പ്. അദ്ദേഹം ചേംബറിന്റെ ഒരു മെമ്പറാണ്, അദ്ദേഹം അത് തെറ്റാണ് ചെയ്തതെന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടാവും. അത് പിൻവലിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അത് എന്തായാലും സംഭവിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഉറപ്പ്. വാർത്തയുടെ വിവരങ്ങളുമായി ജിജീഷ് കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട്. ജിജീഷ്, ജി സുരേഷ് കുമാർ പറഞ്ഞത് മലയാള സിനിമാ വ്യവസായം അഭിമുഖീകരിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങളെക്കുറിച്ചാണ്. അതിൽ ചില തിരുത്തലുകൾ വേണം എന്നതാണ് സംഘടനയുടെ ഭാരവാഹി എന്ന നിലയിൽ അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തുകൊണ്ട് ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ചത്. അതിനെതിരെ ആന്റണി പെരുമ്പാവൂർ വലിയ വിമർശനം ഉയർത്തിക്കൊണ്ട് പോസ്റ്റ് ഇടുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ സുരേഷ് കുമാറിന് വലിയ പിന്തുണ ഫിലിം ചേംബർ നൽകുകയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് ഫിലിം ചേംബർ പറയുന്നത് ഇപ്പോൾ? നീലിമ, ജി സുരേഷ് കുമാർ അദ്ദേഹം സംസാരിച്ചത് സിനിമയ്ക്ക് വേണ്ടിയാണ്, സിനിമ മേഖലയ്ക്ക് വേണ്ടിയാണ്, പൊതുവായ കാര്യങ്ങളാണ് അദ്ദേഹം ഉയർത്തിയത്.
അങ്ങനെയുള്ള ജി സുരേഷ് കുമാറിനെയാണ് ഇത്തരത്തിൽ ആന്റണി പെരുമ്പാവൂർ വിമർശിച്ചും എതിർത്തും രംഗത്ത് വന്നത് എന്ന് തന്നെയാണ് ഫിലിം ചേംബറും ചൂണ്ടിക്കാണിക്കുന്നത്. പൂർണ്ണമായ പിന്തുണ ഈ കാര്യത്തിൽ ജി സുരേഷ് കുമാറിന് ഫിലിം ചേംബർ നൽകുകയും ചെയ്യുന്നുണ്ട്. ചേംബറിന്റെ മുൻ പ്രസിഡന്റാണ് ജി സുരേഷ് കുമാർ. അദ്ദേഹം സംസാരിച്ചത് സംഘടനയ്ക്ക് വേണ്ടിയാണ്. 90% നിർമ്മാതാക്കൾക്ക് വേണ്ടി ഉള്ള ശബ്ദമാണ് അദ്ദേഹം ഉയർത്തിയത്. ആ ഒരു ശബ്ദം ഉയർത്തുമ്പോൾ അതിനെതിരെയാണ് ആന്റണി പെരുമ്പാവൂരിന്റെ ഉണ്ടായത്. ആന്റണി പെരുമ്പാവൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പൂർണ്ണമായും തന്നെ അത് ഒരിക്കലും പാടില്ലായിരുന്നു. അത്തരത്തിലുള്ള ഒരു പോസ്റ്റ് അത് പിൻവലിച്ച് അദ്ദേഹം പൂർണ്ണമായും അതിൽ നിന്ന് പിന്മാറണം. ഇത്തരമൊരു ആരോപണങ്ങളിൽ നിന്ന് അടക്കം പിന്മാറുകയാണ് വേണ്ടത് എന്ന കാര്യമാണ് പ്രധാനമായും ഉയർത്തിയിരിക്കുന്നത്. സിനിമ മേഖല വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധി നേരിടുന്ന ഒരു ഘട്ടമാണ്. ഈ ഘട്ടം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഘടന മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്, ഫിലിം ചേംബർ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. 7 ദിവസത്തിനകം പോസ്റ്റ് പിൻവലിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കാരണം കാണിക്കൽ നോട്ടീസും കത്തും നൽകും. അതിനുശേഷം 7 ദിവസത്തിന് ശേഷം കൃത്യമായ മറുപടി ലഭിക്കുന്നില്ല എങ്കിൽ തുടർ നടപടികൾ ഉണ്ടാകും. ഇന്ന് നടന്നിട്ടുള്ള യോഗത്തിൽ ഇതുമായി ചേംബറിന്റെ യോഗത്തിൽ ഉടനീളം ചേംബറിൽ അതിലെ പല ആളുകളും ആന്റണി പെരുമ്പാവൂരിനെതിരെ അംഗമായ ആന്റണി പെരുമ്പാവൂരിനെതിരെ കർശനമായ നടപടികൾ വേണമെന്ന ആവശ്യം തന്നെയാണ് ഉയർത്തിയത്. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് അച്ചടക്ക രാഹിത്യമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് കടുത്ത നടപടികൾ ഉണ്ടാകണമെന്ന് ഉള്ള ഒരു ആവശ്യം ഉയരുന്നത്. എന്നാൽ നടപടിക്രമങ്ങൾ ചട്ടപ്രകാരം അല്ലെങ്കിൽ ക്രമപ്രകാരം നടപടികൾ എന്ന നിലയ്ക്ക് ഒരു കത്ത് നൽകുക, കാരണം കാണിക്കൽ നോട്ടീസ് നൽകുക, അതിനുശേഷം കൃത്യമായ മറുപടി നൽകുന്നില്ലെങ്കിൽ തുടർ നടപടികളിലേക്ക് കടക്കുക എന്ന ഒരു തീരുമാനത്തിലേക്ക് യോഗം എത്തി. ഇക്കാര്യത്തിൽ 3 സംഘടനകൾ, പ്രധാനപ്പെട്ട സംഘടനകളെല്ലാം തന്നെ ചേംബറിലെ അംഗങ്ങളായ സംഘടനകളെല്ലാം തന്നെ ഒറ്റക്കെട്ടായ ഒരു നിലപാടാണ് സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇനി അടുത്ത ദിവസങ്ങളിൽ അഫിലിയേറ്റഡ് സംഘടനകളുടെ എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നുണ്ട്. ആ യോഗം കൂടി കഴിഞ്ഞ ശേഷം മറ്റ് സമരപരിപാടികൾ, സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട സമരപരിപാടികൾ കൂടി ആസൂത്രണം ചെയ്യുകയാണ് ഇക്കാര്യത്തിൽ ചേംബർ ചെയ്യുന്നത്. ആ ചേംബറിന്റെ സമരം സൂചനാ പണിമുടക്ക് ആലോചിക്കുന്നതിന് വേണ്ടി അഫിലിയേറ്റഡ് സംഘടനകളുടെ ഒരു എക്സിക്യൂട്ടീവ് യോഗം അടുത്ത ദിവസങ്ങളിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതിനുശേഷം സൂചനാ പണിമുടക്കുമായി മുന്നോട്ട് പോകും. അതിന് മറ്റ് ഒരു സംഘടനകളുടെയും പിന്തുണ ഇല്ലെങ്കിൽ തന്നെ ചേംബറിന് സമരവുമായി മുന്നോട്ട് പോകാം. അമ്മയുടെയോ അല്ലെങ്കിൽ മറ്റ് സംഘടനകളുടെയോ ആവശ്യമില്ല, അല്ലെങ്കിൽ അതിന് പിന്തുണയുടെ ആവശ്യമില്ല എന്ന കാര്യം അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. എന്ത് കാര്യത്തിനും തിയേറ്ററുകളെ കുത്തിപ്പിഴിയുന്ന സർക്കാരിനെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ യോഗം അവസാനിച്ചിരിക്കുന്നത്. കാരണം സാധാരണ തിയേറ്റർ ഉടമകളെ പിഴിയുന്ന അല്ലെങ്കിൽ അവരെ ചൂഷണം ചെയ്യുന്ന ഒരു തലത്തിലേക്ക് സർക്കാർ പോകുന്നു. വിനോദ നികുതിയുടെ പേരിലടക്കം തിയേറ്റർ ഉടമകൾ ചൂഷണത്തിന് വിധേയരാവുകയാണ് എന്ന കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല താരങ്ങൾ ഒരു അവിഭാജ്യ ഘടകമേ എല്ലാ സിനിമയിൽ എന്ന കാര്യം തന്നെയാണ് പ്രൊഡ്യൂസേഴ്സ് അടക്കം ഉൾപ്പെടുന്ന സംഘടനയുടെ ചേംബറിന്റെ ഒരു നിരീക്ഷണം എന്ന് പറയുന്നത്. കാരണം ഏതാനും 6 മാസത്തിലധികം കാണാതായി കളയാൻ അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് ഔട്ടായി കഴിഞ്ഞാൽ അതോടുകൂടി പ്രേക്ഷകൻ മറക്കുന്ന ആളാണ് താരങ്ങൾ. ഒരു താരങ്ങളെ സൃഷ്ടിക്കുന്നതും താരങ്ങളെ ഇല്ലാതാക്കുന്നതും എല്ലാം തന്നെ സിനിമയാണ്. ആ ഒരു ഓർമ്മ വേണം എന്ന കാര്യം അതിലെ അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്ത ആ അംഗങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ഒരു താരവും അവിഭാജ്യ ഘടകമല്ല. അങ്ങനെയെങ്കിൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമ ഉണ്ടാകില്ലായിരുന്നു എന്ന കാര്യം അവർ ചൂണ്ടിക്കാണിക്കുന്നു. ആ സിനിമയും അതിലുള്ള ആളുകൾക്കെല്ലാം അവസരം ലഭിച്ചത് ഇത്തരത്തിൽ തന്നെയാണ്. സിനിമ നിർമ്മിക്കുന്നത് കൊണ്ടാണ് അത്തരം അവസരങ്ങൾ ലഭിച്ചത് എന്ന കാര്യം അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. സിനിമ തുടർച്ചയായി പരാജയപ്പെടുന്ന താരങ്ങൾ പ്രതിഫലം കുറക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ അത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നില്ല. തുടർച്ചയായി ചില താരങ്ങളുടെ സിനിമകൾ അത് പരാജയപ്പെടുമ്പോഴും അവരുടെ പ്രതിഫലം കുറയ്ക്കാൻ അവർ തയ്യാറാകുന്നില്ല എന്ന കാര്യമാണ്. ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അതേ നിലപാടുമായി തന്നെ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ജി സുരേഷ് കുമാർ എന്തു പറഞ്ഞോ അതിലേക്ക് തന്നെ വീണ്ടും വരികയാണ്. താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കണം, കളക്ഷൻ ഇല്ല, നിർമ്മാതാക്കൾ മാത്രം നഷ്ടം സഹിക്കേണ്ട ഈ സാഹചര്യം ഒഴിവാക്കപ്പെടണം എന്ന് വളരെ കൃത്യമായി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുകയാണ്. അപ്പോൾ ആന്റണി പെരുമ്പാവൂരിന് ഇത്തരം കാര്യങ്ങൾ ഒന്നും അറിയാതെയല്ല അദ്ദേഹം ജി സുരേഷ് കുമാറിനെതിരെ വലിയ വിമർശനം ഉന്നയിച്ചത്. അപ്പോൾ ആന്റണി പെരുമ്പാവൂർ ചിലരുടെ ചട്ടുകമായി പ്രവർത്തിക്കുകയാണ്. ചിലരുടെ തിരക്കഥയ്ക്കനുസരിച്ച് ആന്റണി പെരുമ്പാവൂർ ഇത്തരത്തിൽ പരാമർശങ്ങൾ നടത്തുന്നു എന്നാണ് ജി സുരേഷ് കുമാർ അന്ന് പറഞ്ഞത്. തീർച്ചയായും ജി സുരേഷ് കുമാർ ഉയർത്തിയിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ, അദ്ദേഹം ഉയർത്തിയിട്ടുള്ള നിർണായകമായ വിഷയങ്ങൾ, സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതെല്ലാം തന്നെ വളരെ പ്രാധാന്യമുള്ളത് ആണ് എന്ന പൊതുവായ അഭിപ്രായം തന്നെയാണ് നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും തിയേറ്റർ ഉടമകളുടെയും എല്ലാം സംഘടനകളുടെ സംയുക്ത കൂട്ടായ്മയായ അതിന്റെ ഒരു ഏകോപനമായ ഫിലിം ചേംബറിന്റെ ഒരു നിരീക്ഷണവും വിലയിരുത്തലും എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ ഉയർന്ന അഭിപ്രായവും എന്നതും അതോടെ പൂർണ്ണമായും തന്നെ ജി സുരേഷ് കുമാറിന്റെ തീരുമാനങ്ങൾ
നിർമ്മാതാക്കൾക്ക് അദ്ദേഹം എടുത്തിട്ടുള്ള തീരുമാനങ്ങൾക്ക് പിന്തുണ നൽകുകയും ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ഇക്കാര്യത്തിൽ എന്നും നിർമ്മാതാക്കൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയിട്ടുള്ള ആളാണ് ജി സുരേഷ് കുമാർ എന്ന കാര്യം തന്നെയാണ് അവർ പറയുന്നത്. അത് നിർമ്മാതാക്കൾക്ക് വേണ്ടി മാത്രമല്ല, സിനിമാ മേഖലയുടെ നന്മയ്ക്ക് വേണ്ടി, സിനിമാ മേഖല പ്രതിസന്ധി അഭിമുഖീകരിക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അവിടെയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് വേണ്ടിയാണ്, അല്ലെങ്കിൽ അദ്ദേഹം വ്യക്തിപരമായ കാര്യങ്ങൾ പറയുകയായിരുന്നില്ല, മറിച്ച് സിനിമാ മേഖലയുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളായിരുന്നു ചൂണ്ടിക്കാണിച്ചത് എന്ന് തന്നെയാണ് ഫിലിം ചേംബറിന്റെ ഭാരവാഹികൾ, അതിൽ ഫിയോക്കിന്റെ ഭാരവാഹികളുണ്ട്, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹികളുണ്ട്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹികൾ എന്നിവരെല്ലാവരും തന്നെ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു, യോഗത്തിലും പങ്കെടുത്തിരുന്നു. ഇവരെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഇക്കാര്യത്തിൽ ആന്റണി പെരുമ്പാവൂരിന്റെ നടപടി അത് അനുചിതമായി പോയി, അത് പൂർണ്ണമായും തെറ്റായിപ്പോയി. ആന്റണി പെരുമ്പാവൂർ പോസ്റ്റ് പിൻവലിക്കുകയാണ് വേണ്ടത്. പോസ്റ്റ് പിൻവലിക്കാൻ അദ്ദേഹം തയ്യാറാകണം. ഇത്തരം ഒരു നിലപാട് അല്ലെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കുകയല്ല വേണ്ടത് എന്ന കാര്യം തെറ്റുതിരുത്താൻ തയ്യാറാകണം എന്നീ കാര്യങ്ങൾ തന്നെയാണ് അവർ പ്രധാനമായും ഉയർത്തിയിരിക്കുന്നത്. താരങ്ങളുടെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുമായി അത്തരം വിഷയങ്ങളടക്കം ഇന്നത്തെ യോഗത്തിൽ ഉയർന്നു വരികയും ചെയ്തു. അതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അത്തരമൊരു വിഷയം ഉയർത്തി തന്നെയാണ് സിനിമാ മേഖല സമരരംഗത്തേക്ക് കടക്കാൻ ഒരുങ്ങുന്നത്. അവിടെ താരങ്ങൾ വലിയ പ്രതിഫലം വാങ്ങുമ്പോൾ നിർമ്മാതാക്കളെ സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട്. സിനിമാ മേഖല തന്നെ എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയാൻ കഴിയാത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. വലിയ സാമ്പത്തിക നഷ്ടത്തിലേക്കെല്ലാം സിനിമ എത്തുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വലിയ തുക പ്രതിഫലം വാങ്ങിക്കൊണ്ട് താരങ്ങൾ മുന്നോട്ട് പോകുന്നതാണ്. അതിൽ യാതൊരു ഇളവും വരുത്താൻ അവർ തയ്യാറാകുന്നില്ല. ഒരിക്കൽ വാങ്ങിയ ഒരു തുക വാങ്ങുന്നു, എന്നാൽ ഒരു സിനിമ വിജയിച്ചതിന് ശേഷം രണ്ടാമത്തെ സിനിമ പരാജയപ്പെടുന്നു. 3-4 സിനിമകൾ പരാജയപ്പെടുമ്പോൾ പോലും ആദ്യ സിനിമയ്ക്ക് വാങ്ങിയ പ്രതിഫലത്തിൽ ഉറച്ചു നിൽക്കുന്ന താരങ്ങൾ അവരാണ് ഈ സിനിമാ മേഖലയുടെ വലിയ പ്രതിസന്ധിക്ക് കാരണമെന്ന കാര്യം തന്നെയാണ് ഇവിടെ പ്രധാനമായും ചേംബർ അംഗങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്, ചേംബറിന്റെ ഭാരവാഹികൾ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ സിനിമാ മേഖലയിലെ സൂചനാ പണിമുടക്കിൽ നിന്ന് മുന്നോട്ട് പോകും. അതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം അവർ പറയുന്നു, മറ്റൊന്ന് ജി സുരേഷ് കുമാറിനുള്ള പിന്തുണ, മറ്റൊരു കാര്യം സംസ്ഥാന സർക്കാർ തങ്ങളെ പിഴിയുന്നു എന്ന തിയേറ്റർ ഉടമകളുടെ പ്രധാനപ്പെട്ട ആരോപണമാണ്. സിനിമാ പ്രതിസന്ധിയെ കുറിച്ച് സംസാരിച്ച മുൻ പ്രസിഡന്റ് ജി സുരേഷ് കുമാറിന് പിന്തുണയുമായി ഫിലിം ചേംബർ എത്തിയിരിക്കുകയാണ്. ജി സുരേഷ് കുമാർ പറഞ്ഞത് സംഘടനയുടെ നിലപാടെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആന്റണി പെരുമ്പാവൂരിന് നോട്ടീസ് അയക്കാനും തീരുമാനം. വിവരങ്ങളാണ് ജിജീഷ് പങ്കുവച്ചത്.